BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരുങ്ങി ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്തുന്നതിനുള്ള വഴിയാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി സ്വകാര്യ ബസ്സുകളിൽ പരസ്യം നൽകാനുള്ള അനുമതി നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ബസ് ഉടമകൾ ഉന്നയിച്ചിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാർ ഗതാഗത നയം നടപ്പാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. സ്വകാര്യ ബസ്സുകളുടെ പുറത്തും അകത്തും പരസ്യങ്ങൾ പതിക്കുന്നതിനുള്ള അനുമതി നൽകുന്നതായാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. ഈ തീരുമാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. KSRTCയിൽ പ്രിയദർശിനി സൗജന്യ യാത്ര നൽകിയതിന് പിന്നാലെ സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ ആഘാതം മറികടക്കുന്നതിനായാണ് ബസ്സുകളിൽ പരസ്യം പതിപ്പിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. പ്രിയദർശിനി പദ്ധതി ഒരു സർക്കാർ പോളിസിയാണ്. അത് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള നിക്ഷേപക്കാരുടെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്നതിനും ഏതൊക്കെ മേഖലയിലാണ് ഇത് ബാധിച്ചിരിക്കുന്നതെന്നും പഠിക്കുന്നതിനായി B. പത്മകുമാർ ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർപേഴ്സണുമായിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും 45 ദിവസത്തിനുള്ളിൽ അവരുടെ റിപ്പോർട്ട് ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൗജന്യ യാത്രയെ തുടർന്ന് വരുമാന നഷ്ടമുണ്ടായ ബസ്സുകൾ ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് മന്ത്രി മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വരുമാനം കണ്ടെത്തുന്നതിനായുള്ള മാർഗവും ബസ് ഉടമകൾക്ക് തുറന്നു നൽകുന്നത്. KSRTC ബസ്സുകളിൽ മുൻപ് തന്നെ പരസ്യങ്ങൾ പതിപ്പിച്ചിരുന്നു. എന്നാൽ പ്രൈവറ്റ് ബസ്സുകളുടെ പുറത്ത് പരസ്യം പതിക്കാനുള്ള അനുമതി ഇപ്പോഴാണ് നൽകുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.